പ്രിയപ്പെട്ട PSC ഉദ്യോഗാർത്ഥികളെ, കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊന്ന് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അയിത്തം എന്ന മഹാവിപത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഏറ്റവും ഐതിഹാസികമായ ഒരു ചരിത്ര സമരമാണ്. 2023 100ാം വാർഷികം ആഘോഷിച്ച ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള ഏതാനും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിരിച്ചിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായി കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം 1924 മാർച്ച് 30 ആരംഭിച്ചു. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്ന 3 യുവാക്കൾ തുടക്കം കുറിച്ചു. വേമ്പനാട് കായൽ തീരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ എന്നിവരാണ് പ്രധാന നേതാക്കൾ. വൈക്കം സത്യാഗ്രഹകാലത്ത് തിരുവിതാംകൂർ ദിവാൻ T രാഘവയ്യ ആയിരുന്നു. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മതഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി N കുമാരൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികൾ. അകാലികളുടെ നേതാവ് ലാലാ ലാൽ സിംഗ്. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനഡ 1923. TK മാധവനാണ് ഇത് അവതരിപ്പിച്ചത്. സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹകാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മന.